ജമാഅത്ത് നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ജമാഅത്ത് നിസ്കാരത്തിൽ എവിടെയാണോ കറാഹത്ത് സംഭവിക്കുന്നത് ആ സ്ഥലത്തുള്ള 27 ഇരട്ടി പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. എങ്കിലും ആ ജമാഅത്ത് സ്വഹീഹാവുന്നതാണ്. കറാഹത്ത് സംഭവിച്ച ആ സ്ഥലത്ത് ഉള്ള പ്രതിഫലം നഷ്ടപ്പെടും എന്ന് മാത്രം. ഒന്നാമത്തെ കറാഹത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് തുടരുക, ഇമാമിനെ തുടരുക, ഇത് കറാഹത്താണ്. ഇപ്പോൾ ഒരാള് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് വേറെ ഒരു ജമാഅത്ത് കാണുന്നത്. അപ്പൊ ആ നിസ്കാരത്തിൽ തന്നെ ആ നിസ്കാരം പൂർത്തിയാക്കാതെ വേറൊരു ജമാഅത്തിൽ തുടരും, അത് കറാഹത്താണ്. അതുപോലെ ഇതിൽപ്പെട്ടതാണ് രണ്ടാളുകൾ ഒന്നിച്ചു വന്നു, അവർ പിന്തിയാണ് വന്നത്, അവർക്കൊരു റക്അത്ത് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇമാം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി, പിന്നെ ബാക്കിയുള്ള ആളുകൾ എണീറ്റ് നിസ്കരിക്കുമ്പോൾ രണ്ടാളുകൾ എണീറ്റ് നിസ്കരിക്കുമല്ലോ, അതിൽ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി, എന്നിട്ട് മറ്റേ ആളോട് തുടരുന്നു എന്ന് കരുതി. മസ്ബൂക്കിനോട് തുടരുക, അത് കറാഹത്താണ്. രണ്ടാളുകൾ ഒന്നിച്ചു വന്നിട്ട് എന്തി വന്ന ആളുകളായിരുന്നു അവർക്കൊരു റക്അത്തോ 2 റക്അത്തോ ഒക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇമാമിന്റെ കൂടെ കിട്ടിയില്ല. പിന്നെ ഇമാം സലാം വീട്ടുമ്പോൾ നിസ്കരിക്കുമല്ലോ. അങ്ങനെ രണ്ടുപേരും എണീറ്റ് നിസ്കരിച്ചപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ബാക്കിലേക്ക് നിന്നിട്ട് ഞാൻ ഇവനോട് തുടരുന്നു എന്ന് കരുതി അതേ നിസ്കാരത്തിൽ തന്നെ, അത് കറാഹത്താണ്. ആ ജമാഅത്തിന് കൂലിയില്ല. അതുപോലെ ഒറ്റക്കൊരാൾ ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു, അപ്പോൾ വേറെ 2 ആൾക്കാർ വന്നിട്ട് തൊട്ടടുത്ത് ജമാഅത്ത് സ്ഥാപിച്ചു. അപ്പോൾ ഇമാം എല്ലാം അതിലേക്ക് ഇങ്ങനെ നീങ്ങിയിട്ട് ഞാൻ ഇമാമിനോട് തുടരുകയാണ് നിസ്കാരത്തിൽ കരുതി, അതിനൊന്നും കൂലിയില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒരു ജമാഅത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിസ്കാരം പെട്ടെന്ന് നിർവഹിക്കണം. ഫർളാണെങ്കിൽ പോലും അതിനെ സുന്നത്തായിട്ട് നിയ്യത്ത് ചെയ്ത് മറിക്കണം. ഞാൻ ഈ നിസ്കാരത്തെ സുന്നത്തായി കരുതുന്നു എന്ന് വിചാരിക്കുക, സുന്നത്തായി മറിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് 2 റക്അത്തിൽ സലാം വീട്ടിയിട്ട് അതിൽ കൂടുക. 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് പോയെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കുക. ആ ജമാഅത്തിലേക്ക് നഷ്ടമാകുമെന്ന് കണ്ടാൽ പോലും ആ ഫർദിനെ മുറിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഫർദിൽ പ്രവേശിച്ച ആള് മുറിക്കാൻ പാടില്ല, പൊതുവായി പറഞ്ഞാൽ അത് ഹറാമാണ്. പക്ഷെ ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ ജമാഅത്തിന് വേണ്ടി അത് മുറിക്കാം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏതായാലും നിസ്കാരത്തിനിടയിൽ വേറെ ഒരു ജമാഅത്തിനോട് തുടരുക, മസ്ബൂക്കിനോട് തുടരുക. മസ്ബൂക്കിനോട് തുടരുക എന്നത് മാത്രമാണ് കറാഹത്ത്. അതേസമയം മസ്ബൂക്കായ ആളോട് വേറെ ഒരാൾ വന്ന് തുടരുന്നതുകൊണ്ട് വിരോധമില്ല. 2 ആളുകൾ പിന്തി വന്നു, ഇമാം സലാം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ബാക്കിയുള്ള നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ഇവനോട് തുടരുന്നു. അത് നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അത് കുഴപ്പമില്ല. ജുമയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ കാര്യം ഒരാള് മാത്രമുള്ള സമയത്ത് ഇമാമിന്റെ വലതുഭാഗത്ത് ഇമാമിന്റെ മടമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് ഇടതുഭാഗത്ത് വന്നാൽ കറാഹത്താണ്, നേരെ ബാക്ക് നിന്നാൽ കറാഹത്താണ്. അപ്പൊ ആ നൃത്തത്തിന്റെ ആ കൂലി അവർക്ക് പോകും. 3ാമത്തേത് മുസാവാത്തുഹു ഫിൽ മൗഖിഫി, നിൽക്കുന്ന സ്ഥലത്ത് 2 പേരും സമമായി നിൽക്കൽ കറാഹത്താണ്. ഇമാമും മൗമൂമും ഒരേപോലെ നിൽക്കുക, അത് കറാഹത്ത. നൃത്തത്തിലെ ജമാഅത്തിന്റെ കൂലി നഷ്ടമാകും. അൽ-ഇൻഫിറാദു അനി സ്വഫി ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ സ്വഫിൽ തനിച്ച് നിൽക്കുക കറാഹത്താണ്.
അഞ്ചാമത്തേത് യകൂന ബൈനഹുമാ ഔ ബൈന സ്വഫൈനി അക്സറ മിൻ സലാസത്തി അദ്റഅൻ, ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഓരോ സഫുകൾക്കിടയിൽ 3 മുഴത്തേക്കാൾ കൂടുതൽ ഉണ്ടാവുക. അപ്പോഴൊന്നും ജമാഅത്തിൻ്റെ കൂലി ഉണ്ടാവില്ല. ജമാഅത്ത് സഹിയാവും, നിസ്കാരവും സഹിയാവും, പക്ഷേ ആ ജമാഅത്തിന് കൂലി ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ആ രണ്ടാമത്തെ വരയിലാണ് ഒരാൾ നിൽക്കുന്നത്, ഒരാൾ ഇവിടെ തുടരുക, 3 മുഴത്തേക്കാൾ കൂടുതലുണ്ട്. ഇതിപ്പോൾ 2.5 മുഴമാണ് ഒരു സഫ്. അപ്പോൾ ആ രണ്ടാമത്തെ വരയിൽ ഒരാൾ നിൽക്കുന്നു, ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ 5 മുഴമായി, 3 മുഴത്തേക്കാൾ കൂടുതൽ അകലമുണ്ട്. ആ ജമാഅത്ത് സ്വഹീഹാവും, പക്ഷെ കൂലി ഉണ്ടാവില്ല. നിസ്കാരവും സ്വഹീഹാവും. അപ്പൊ ഇവിടെയും ഇഹ്റാമിൽ നിൽക്കണ ഇമാമിനോട് ഒളു ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെയാണ് തുടരുന്നു. ആ നിസ്കാരം സഹീഹാവും, ജമാഅത്തും സഹീഹാവും, പക്ഷെ ആ ജമാഅത്തിന് കൂലി ഉണ്ടാവില്ല. ഇമാമിന്റെയും മഅ്മൂമിന്റെയും ഇടയിൽ 3 മുഴത്തേക്കാൾ അകലം, അല്ലെങ്കിൽ 2 സഫുകൾക്കിടയിൽ 3 മുഴത്തേക്കാൾ അകലം ഉണ്ടാവുക, അതെല്ലാം ജമാഅത്തിന്റെ കൂലിയെ നഷ്ടപ്പെടുത്തുന്നതാണ്. ആറാമത്തേത് ശുറൂഉൻ ഫീ സഫിൻ ഖബ്ല ഇത്മാമി മാ ഖബ്ലഹു, ഒന്നാമത്തെ സഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് രണ്ടാമത്തെ സഫ് ആരംഭിക്കുക. അവിടെ ഒരാൾക്ക് നിൽക്കാൻ ഗ്യാപ്പുണ്ട്, അത് അയാൾക്ക് അറിയാം, എന്നിട്ട് മൂപ്പര് നിൽക്കുന്നില്ല, ഇവിടെ ഒന്ന് തന്നെ നിൽക്കുക, അയാൾക്ക് ജമാഅത്തിന്റെ കൂലിയില്ല. ജമാഅത്തിന്റെ മൊത്തം കൂലിയില്ല എന്നല്ല, നൃത്തത്തിലെ ജമാഅത്തിന്റെ കൂലി അദ്ദേഹത്തിന് നഷ്ടമായി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആവശ്യമില്ലാതെ ഒരാൾ മറ്റൊരാളേക്കാൾ ഉയർന്നു നിൽക്കൽ കറാഹത്താണ്. ഇമാമ് മേലെയും മഅ്മൂമ് താഴെയും, അല്ലെങ്കിൽ ഇമാമ് താഴെയും ഇമാമ് മേലെയും, അങ്ങനെ നിൽക്കരുത്, അത് കറാഹത്താണ്. അപ്പൊ നമുക്ക് അവിടെ ചെരിവുണ്ട്, ചെരിവിൽ പള്ളിയായിട്ടുണ്ടെന്ന് വിചാരിച്ചോളി, അത് ഈ പള്ളിയേക്കാൾ അല്പം താന്ന് നിൽക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ സഫ് അങ്ങനെ മുഴുവനാക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൽ തന്നെ മാത്രം ഇങ്ങനെ പൂർത്തിയായി നിൽക്കലാണ്. കാരണം ആ കറാഹത്ത് ഒഴിവാകുന്നതിന് വേണ്ടി. മനസ്സിലായി പറഞ്ഞത്? അപ്പുറത്തും പള്ളിയുണ്ട്, ഇപ്പുറത്തും പള്ളിയുണ്ട്, പക്ഷെ ഈ പള്ളിയേക്കാൾ ഇത് താന്ന് നിൽക്കുകയാണ് എങ്കിൽ ഈ 2 പള്ളിയിലേക്കും വ്യാപിപ്പിച്ച് സ്വഫ് പൂർത്തിയാക്കുന്നതിനേക്കാൾ നല്ലത് അകത്തെ പള്ളിയിൽ തന്നെ ഇങ്ങനെ പൂർത്തിയാക്കി നിൽക്കുക. ഈ കറാഹത്ത് ഒഴിവാകാൻ വേണ്ടി അതാണ് നല്ലത്. എട്ടാമത്തേത് തത്വീലുൽ ഇമാമി സ്വലാത്തഹു അലാ അദ്നൽ കമാലി ഹൈതു ലം യർദൽ മഹ്സൂറൂൻ. ഇമാമ് നിസ്കാരത്തെ സുദീർഘമാക്കുക, അത് കറാഹത്താണ്. തസ്ബീഹ് ചെല്ലുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ 11 തസ്ബീഹ് വരെ ചെല്ലാം, അതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. എന്നാൽ ഒരു തസ്ബീഹും ചെല്ലാം, അതാണ് അതിൻ്റെ ചുരുങ്ങിയ രൂപം. എന്നാൽ അതിലെ മിതമായ രൂപമാണ് അദ്നൽ കമാൽ 3 ചെല്ലുക എന്നുള്ളത്. അപ്പൊ ഇമാമ് 1 ചൊല്ലി ചുരുക്കുക, അത് കറാഹത്താണ്. ഇമാമ് 11 ചൊല്ലുക, അതും കറാഹത്താണ്. അപ്പൊ 3 തസ്ബീഹ് മാത്രമേ ഇമാമ് ചെല്ലാവൂ. കോമൺ ആയിട്ടുള്ള ജമാഅത്തിന്റെ ഇമാമ് വല്ലാതെ അങ്ങ് നീട്ടിപ്പോകരുത് തസ്ബീഹുകളൊന്നും, അതെല്ലാം കറാഹത്താണ്. മുഖാരണത്തുൽ ഇമാമി ഖസ്ദൻ ഫീ ഫിഅലിൻ ഔ ഖൗലിൻ ഗൈരി തഹറുമി വത്തമീനി. ഇമാമിനോട് ബോധപൂർവം ഒരുമിച്ച് പ്രവൃത്തിയിലോ അല്ലെങ്കിൽ വാചികമായ കാര്യങ്ങളിലൊക്കെ അന്വരിച്ചു പോവുക എന്നത് കറാഹത്താകുന്നു. തക്ബീറത്തുൽ ഇഹ്റാം ഒരിക്കലും ഇമാമിനോടൊപ്പമാകരുത്, അപ്പോൾ നിസ്കാരം സഹിയാവുകയില്ല, ഇമാമിൻ്റെത് കഴിഞ്ഞിട്ടേ ആകാവൂ. ബാക്കിയുള്ള എല്ലാ പ്രവർത്തനവും വാക്കായാലും പ്രവൃത്തിയായാലും ഇമാമ് ചെയ്തിട്ടേ മഅ്മൂം ചെയ്യാവൂ. ഒപ്പം പോവുക അത് കറാഹത്താണ്. എവിടെയാണോ ഒപ്പം പോയത് അതിലെ കൂലി അവന് നഷ്ടമായി. ഇപ്പൊ ഇമാമ് സുജൂദിക്ക് പോവുകയാണ്, ഇമാമ് പോകുമ്പോൾ തന്നെയാണ് പോയി, അല്ലെങ്കിൽ ഇമാമിന്റെ തൊട്ട് മുമ്പിൽ പോയി, അവിടെ ഒന്നും ജമാഅത്തിന്റെ കൂലിയില്ല. എന്നാൽ ആമീനിന്റെ വിഷയത്തിൽ ഇമാമിനോട് ഒരുമിച്ച് വരേണ്ട ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ, അത് ആമീനാണ്. ഇമാമ് പറയുമ്പോൾ തന്നെ ഒപ്പം പറയുക. കാരണം ഇമാമിന്റെ ആ ദുആക്കാണ് മലക്കുകൾ ആമീൻ പറയുന്നത്.
അതുകൊണ്ട് മലക്കുകളുടെ ആമീനിനോട് ഒരാളുടെ ആമീൻ യോജിച്ചു പോയാൽ അതിന് ഇജാബത്തുണ്ടെന്ന് ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇമാമിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം ആമീൻ മാത്രമേ ഉള്ളൂ. അതാ ഫൈദാ ഖാറനഹു ഫി തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോടൊപ്പം മഞ്ഞലിച്ചാൽ ഒപ്പമായാൽ ഔ സബഖഹു ഫീഹി അല്ലെങ്കിൽ ഇമാമിനെ ഓവർടേക്ക് ചെയ്ത് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിൻ്റെ മുമ്പ് മഅ്മൂം കെട്ടിയാൽ ലം തനഅഖിദ് സ്വലാത്തുഹു അവന്റെ നിസ്കാരം സാധുവാവുകയില്ല. അമ്മ തമീനു ആമീനാവട്ടെ ഫതുസന്നുൽ മുഖാറനതു ഫീഹി ഇമാമിനോടൊപ്പം പറയലാണ് അതിന്റെ സുന്നത്ത് എന്ന് ഫുഖഹാ പറയുന്നു. പത്താമത്തേത് അത്തഖല്ലുഫു അനിൽ ഇമാമി ബിറുക്നിൻ ഫിഅലിയ്യൻ ഫിഅലിയായ റുക്ന് കൊണ്ട് ഇമാമിനേക്കാൾ പിന്തുക. ഇമാമിനൊപ്പം പോവുക എന്ന് പറഞ്ഞതും പാടില്ല, ഇമാമിന് മുമ്പ് പോവാന്ന് പറഞ്ഞാലും പാടില്ല. എന്നാൽ ഇമാമിന്റെ ശേഷമാകുക എന്ന് പറയുമ്പോൾ ഇമാമ് ആ പ്രവൃത്തിയിൽ നിന്ന് ഉയർന്നിട്ടാണ് പിന്നെ പോകുന്നത്, അതും റാഹത്താണ്. അത്രയും പിന്തരുത്, അവനോട് ഒപ്പമാകരുത്, അവനെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്യരുത്. എന്നാ ഇമാമ് ചെയ്ത എന്ന് ഉയർന്നിട്ട് പിന്നെ പോവുക, അത് അത്രയും പിന്തരുത്. ഏതുപോലെ ഇമാം റുക്കൂക്ക് പോയി ഇത്തിദാലിലേക്ക് ഇമാമ് വന്നു, വൽ മഅ്മൂമു ഖായിമൻ മഅ്മൂമ് ഇപ്പോഴും നൃത്തത്തിലാണ്, അത്ര പിന്തരുത്, അത് കറാഹത്താണ്. ഇമാമ് പോയിട്ട് പോയാൽ മതി, ഇമാം ഉയർന്നതിന് മുമ്പായിട്ട് അവിടെ എത്തണം, അതാണ് ഏറ്റവും നല്ലത്. 11-ാമത്തേത് അശ്റൂ ഫീ റുക്നിൻ ഫിഅലിയ്യൻ ഖബ്ലൽ ഇമാമി ഇമാമിന് മുമ്പായിട്ട് ഏതെങ്കിലും പ്രവർത്തികൾ ആരംഭിക്കുക. ഫഇൻ ഫഅലത് നുദിബൽ അഉദു ഇലാ മുതാബഅതിഹി ഇമാമിന്റെ മുമ്പ് ഒരു പ്രവൃത്തി ചെയ്തു പോയാൽ അവന് മടങ്ങൽ സുന്നത്താണ്, അതിലേക്ക് തിരിച്ച് മടങ്ങൽ സുന്നത്താണ്. ഇമാം റുക്കൂയിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പോയി, പിന്നെയാണ് ഇമാമിന്റെ സൂറത്തിന്റെ ശബ്ദം ഇങ്ങനെ പതുക്കെ കേൾക്കുന്നുണ്ട്, അയാൾ മടങ്ങി വരൽ സുന്നത്താണ്. അത്തഖല്ലുഫുൽ മഅ്മൂമു ലിത്മാമി സൂറത്തിഹി മടങ്ങി വരൽ സുന്നത്താണ് എന്ന് പറയുന്നിടത്ത് രണ്ട് കാര്യമുണ്ട്. ഒരാൾ മനഃപൂർവ്വം പോയയിടത്താണ് മടങ്ങി വരൽ സുന്നത്ത്, മറന്നു പോയയിടത്ത് അദ്ദേഹം മടങ്ങി വരൽ നിർബന്ധമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പോകുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു കരുത്തുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മനഃപൂർവ്വം പോയയിടത്ത് തിരിച്ചു വരൽ സുന്നത്തായത്. അതേസമയം മറന്നു പോയയിടത്ത് ആ കരുത്ത് ഇല്ലാതെയാണ് അയാൾ പോയത്, അതുകൊണ്ട് അദ്ദേഹം മടങ്ങി വരൽ നിർബന്ധമാണ്. അവിടുത്തെ ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ്. അയാൾക്ക് നിയ്യത്ത് വെക്കാനുള്ള ഒരു കരുത്തുണ്ട് എന്നതാണ് ഒരു ബോധം. 12-ാമത്തേത് തഖല്ലുഫുൽ മഅ്മൂമി ലിഇത്മാമി സൂറത്തി സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി മഅ്മൂം ഇങ്ങനെ പിന്തിപ്പോവുക, അതിൻ്റെ ആവശ്യമില്ല. ഇമാം റുക്കൂയിലേക്ക് അങ്ങോട്ട് പോയാൽ എത്തിയത് എവിടെയാണോ അവിടെ നിർത്തിയിട്ട് നമ്മളങ്ങ് പോകണം. ചിലപ്പോൾ നമ്മളെ ഫാത്തിഹ 3-ലും 4-ലും ഒക്കെ നമ്മളെ ഫാത്തിഹ പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ മേപ്പിട്ട് നോക്കി ഇരിക്കണ്ട, നമുക്കൊരു സൂറത്ത് തുടങ്ങാം, ഒരു ഇഖ്ലാസ് സൂറത്ത് തുടങ്ങാം. ഈ ബിസ്മി ഓതുമ്പോത്തിന് ഇമാമു റുക്കൂയിലേക്ക് പോയി, അതവിടെ നിർത്തുക, നമ്മൾ റുക്കൂയിലേക്ക് പോവുക. 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് മഅ്മൂമിന് ഇച്ചിരി സമയം പിന്നെയും കിട്ടിയാൽ നമ്മളപ്പോ ആ എത്തിയിടത്ത് നിർത്തിയിട്ട് റുക്കൂയിലേക്ക് അങ്ങ് പോവാം. പിന്നെ അവിടെ സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. അതുപോലെ അൽ മുഫാറഖതു ബിലാ ഉദ്രിൻ ഒരു കാരണവുമില്ലാതെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം വിട്ടുപിരിയുക, അത് കറാഹത്താവുന്നു. ജമാഅത്തായിട്ട് ഞാൻ നിസ്കരിക്കുകയാണ്, ഞാൻ ഇമാമിനോട് വിട്ടുപിരിഞ്ഞു എന്ന് കരുതിയാൽ അയാൾ ഇമാമുമായിട്ടുള്ള ടച്ച് പോയി, ആ കണക്ഷൻ പോയി. ഞാൻ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്നൊരാൾ നിസ്കാരത്തിൽ കരുതിയാൽ ഇമാമുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ്. വമിനൽ ഉദ്രി എന്നാൽ ഉദ്രിൽപ്പെട്ടതാണ് മുറഖ്ഖിസു തർക്കിൽ ജമാഅത്ത് ഉപേക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുക. ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് 1-ന് പോകാനോ 2-ന് പോകാനോ ശക്തമായി മുട്ടാണ്, എന്നാൽ അയാൾക്ക് ഞാൻ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതി വളരെ പെട്ടെന്ന് ആ ജമാഅത്ത് നിസ്കരിച്ചിട്ട്
പോകാം. അതൊരു കാരണമാണ്. വെട്ടുതെടുത്താലും മുട്ടുതെടുക്കൂല എന്നാണ് ചെല്ല്. അപ്പോൾ അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നിനോ രണ്ടിനോ ആവശ്യം വന്നു, അത്രയും താമസിപ്പിക്കാനായി കഴിയില്ല, എന്നാൽ ഞാൻ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതുക, പെട്ടെന്ന് പോവുക. നമ്മൾ ജമാഅത്തിന് വന്നതായിരുന്നു, പെട്ടെന്ന് നിസ്കരിച്ച് തീരുന്ന വിചാരിച്ചു. പക്ഷേ ഈ ഇമാമ് ഭയങ്കര ഓത്ത. നമ്മളൊരു പെണ്ണിനെ പുറത്ത് നിർത്തിയിട്ടാണ് പള്ളിയിൽ വന്നത്, അതൊരു ടൗണുമാണ്. അല്ലെങ്കിൽ നമ്മൾ കോടതിയിലെ വാദം കേൾക്കാൻ വന്ന ആളാണ്, പക്ഷെ പള്ളിയിൽ വന്നപ്പോൾ ഇമാമ അൽബക്കറയൊക്കെ എടുത്ത് അങ്ങ് ഓതിയിട്ട് ഭയങ്കര ഓത്താവും. കോടതി പിരിഞ്ഞാലും നിസ്കാരം തീരും തോന്നുന്നില്ല. ആ റെയിൽവേ സ്റ്റേഷൻ ട്രെയിന് കാത്തിരിക്കുകയാണ്, ഫ്ലൈറ്റിന് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇമാമ് നമ്മൾ വിചാരിച്ച കോൺസെപ്റ്റിലല്ല പോകുന്നത്, ഒരു ഹെവി ആയിട്ടാണ്. എന്നാൽ ഞാൻ ഇമാമിനെ വിട്ടുപിരിയുമെന്ന് കരുതുക, വേഗം നമ്മൾ നിസ്കാരം നിർവഹിക്കുക, പോവുക. ചില പള്ളികളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചോദ്യം ചെയ്യും, അത് വേറെ കാര്യം. പ്രത്യേകിച്ച് അറബികൾ അവിടെ നിസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു വർത്താനവും ഇല്ല, അതിലങ്ങ് കൂടിക്കൊള്ളണം. ഒരു പള്ളിയിൽ 2 ജമാഅത്ത് പൊതുവായി പറഞ്ഞാൽ നടക്കുന്നതിനെ പ്രശംസിക്കുന്നില്ല, പക്ഷേ യാത്രക്കാരായ ആളുകളുടെ ജമാഅത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നടത്തേണ്ടി വരും. ഒരു ജമാഅത്ത് നടക്കാൻ, ഔദ്യോഗിക ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ ഇമാമിനോട് സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ അത് കറാഹത്താണ്. ഔദ്യോഗികമായ അവിടുത്തെ ജമാഅത്ത് നിർവഹിക്കുന്നതിന് മുമ്പ് കയറി നമ്മുടെ ജമാഅത്ത് നടത്തുക. അതിനാ ഇമാമിനോട് ഞങ്ങൾ യാത്രക്കാർ 2 പേരുണ്ട്, നിസ്കരിക്കട്ടെ എന്ന്. അത് പറ്റൂല എന്ന് പറഞ്ഞാൽ വേണ്ട, അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് സമ്മതമില്ലാതെ അത് ചെയ്യാൻ പാടില്ല, അതിവിടെ പറയുന്നുണ്ട്. കാരണത്തോടു കൂടെ ഇമാമിനെ വിട്ടുപിരിഞ്ഞു, അത് പ്രശ്നമല്ല. ഏതുപോലെ ഇമാമ് സൂറത്ത് ഓതൂല, ഫാത്തിഹ മാത്രമേ ഓതുള്ളൂ, എങ്കിൽ ആ ഇമാമിനെ വിട്ടുപിരിയാം, അത് കാരണമുള്ള വിട്ടുപിരിയലാണ്. അല്ലെങ്കിലോ ഇമാമു നിസ്കാരത്തെ സുദീർഘമാക്കുന്നു, ഇമാം നിസ്കാരത്തെ സുദീർഘമാക്കുന്നു, മൗമൂമ് ദുർബലനാണ്, അയാൾക്ക് അത്രയൊന്നും നിസ്കരിക്കാനുള്ള ആവതും തോക്കത്തും ആരോഗ്യവും ഇല്ല, എങ്കിൽ ആ മൗമൂമിന് ഇമാമിനെ വിട്ടുപിരിഞ്ഞ് പെട്ടെന്ന് നിസ്കരിച്ച് പോവാം. അല്ലെങ്കിൽ അവന് വേറെ ജോലിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാര്യയെ റോട്ടിൽ നിർത്തിയിട്ടാണ് ആൾ നിസ്കരിക്കാൻ വന്നത്, നിസ്കാരം നീണ്ടുപോവുകയാണ്, എങ്കിൽ ഇമാമിനെ ഞാൻ വിട്ടുപിരിയുന്നു എന്ന് കരുതണം. പറയാനും പാടില്ല കേട്ടോ, പറഞ്ഞാൽ അപ്പോൾ പോയി വാത്തിലായി. ഇമാമിനെ ഞാൻ വിട്ടുപിരിയുന്നു എന്ന് കരുതണം മനസ്സിൽ, എന്നിട്ട് വേഗം ഒറ്റക്ക് നിസ്കരിക്കുക, പൂർത്തിയാക്കുക, പോവാ. വഖത്ത് തജിബുൽ മുഫാറഖത്തു ഫൗറൻ, ചിലപ്പോൾ ഒരു പക്ഷേ മുഫാറഖത്ത് നിർബന്ധമായി വരും. ഇമാമ നിസ്കാരം ബാത്തിലാക്കുന്ന വല്ല പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാൽ അവിടെ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമാണ്. 14-ാമത്തേത് ഇഖാമത്തുൽ ജമാഅത്തി ഫീ മസ്ജിദിൻ ഗൈരി മത്റൂഖിൻ ബിഗൈരി ഇദ്നിഹി ബിഇദ്നി ഇമാമിഹി റാത്തിബ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പതിവായിട്ട് അവിടെ ഇമാമത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, ആ ഇമാമിന്റെ സമ്മതമില്ലാതെ പള്ളിയിൽ വേറെ ഒരു ജമാഅത്ത് സ്ഥാപിക്കുക, അത് കറാഹത്താണ്. ഔദ്യോഗിക ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് ഒരു ജമാഅത്ത് അവിടെ സ്ഥാപിക്കണമെങ്കിൽ ആ ഇമാമിന്റെ സമ്മതം വേണം. ജമാഅത്തിന്റെ ഇഖാമത്ത് കൊടുക്കുന്ന നേരത്ത് സുന്നത്ത് നിസ്കാരം ആരംഭിക്കൽ കറാഹത്താണ്. 30-നാണ് ഇഖാമത്ത്, 26-27 സെക്കൻഡ് എട്ടിയിട്ട് ഇങ്ങനെ പോവാണ്, നമുക്ക് സമയമില്ല. ചുരുങ്ങിയത് ഒരു 2 മിനിറ്റെങ്കിലും വേണമല്ലോ നിസ്കരിക്കണമെങ്കിൽ. അതില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുക നമ്മൾ സുന്നത്ത് നിസ്കാരത്തിൽ ആരംഭിക്കുക, അത് കറാഹത്താണ്. ഫൈൻകാന ഫീഹി യതമ്മ, അങ്ങനെ ഒരു സുന്നത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് പൂർത്തിയാക്കണം. ഫൈൻ ഖശിയ ഫൗതൽ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഖതഅഹു നദ്ബാ, സുന്നത്തായ നിലയിൽ അത് മുറിക്കണം. മാലം യർജു ജമാഅത്തൻ ഉഖ്റാ, തരക്കടില്ല, അയാൾ വേറെ ഒരു ജമാഅത്ത് ഉദ്ദേശിക്കുന്ന ആളാ,
അത് കഴിഞ്ഞോട്ടെ ഇനി ആൾക്കാർ വരും, അപ്പം നമുക്ക് നിസ്കരിക്കാന്നാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ജമാഅത്തിൽ അദ്ദേഹത്തിന് കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് പെട്ടെന്ന് നിർവഹിച്ച് അതിൽ കൂടുകയാണ് വേണ്ടത്. 2ൽ കവിഞ്ഞ് 3ാമത്തേതിലേക്ക് പോയെങ്കിൽ അദ്ദേഹത്തിന് ഈ ജമാഅത്ത് എനിക്ക് ലഭിക്കുകയില്ല എന്ന് കാണുന്ന അവസരത്തിൽ ഫർള് നിസ്കാരമാണെങ്കിൽ പോലും അത് മുറിക്കുകയും ചെയ്യാം എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെ വെള്ളിയാഴ്ചല്ലേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ, അതിൽ വരുന്ന വീഴ്ചകളെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ സവാബിനെ, ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും അർവാഹുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.